So we were doing kanam. What is the kanam? Okay. Now. Okay. What about this position? The position. Kanam. Okay. So we will start with two types of electromagnetic induction. Two types of EM induction. നമ്മുടെ ചാപ്റ്റർ അതാണ് കേട്ടോ. കുറച്ച് മറന്നുപോയി കാണും, ചെറിയ ഗ്യാപ്പ് വന്നേക്കുന്നുണ്ട്. +1 ഇംപ്രൂവ്മെന്റ് എക്സാം നമ്മൾ ഗ്യാപ്പ് എടുത്തില്ല. രണ്ട് ടൈപ്പ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ പഠിക്കാനുണ്ട്. ഒന്ന് സെൽഫ് ഇൻഡക്ഷൻ, കേട്ടിരിക്കട്ടോ, സെൽഫ് ഇൻഡക്ഷൻ. രണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ. മ്യൂച്വൽ TUAL, മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് എന്ന് പറയുമ്പോൾ ഒരു കോയിൽ മാത്രമേ ആവശ്യമുള്ളൂ. മ്യൂച്വൽ എന്ന് പറയുമ്പോൾ രണ്ട് കോയിൽസ് വേണം. നമ്മൾ കോയിൽ എക്സ്പെരിമെന്റ് പറഞ്ഞില്ലേ, പറഞ്ഞു. അപ്പോൾ അതിവിടെ വേണ്ടി വരും. സെൽഫ് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ ഒറ്റ കോയിലേ ആവശ്യം. നമ്മൾ ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷനിൽ എന്ന് പറയുന്നത് എന്താ? There is a coil whose ends are connected to a galvanometer. ഇങ്ങനെ ഒരു കീ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് കീ ക്ലോസ് ചെയ്യും. ഗാൽവനോമീറ്ററിന്റെ പോയിന്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. മാഗ്നറ്റ് കൊണ്ടുവരുമ്പോഴും മാഗ്നറ്റ് റിലീസ് ചെയ്യും. ബാർ മാഗ്നറ്റ് ഇങ്ങോട്ട് അടുപ്പിക്കുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും ഒക്കെ ഈ പോയിന്റർ ഓഫ് ദി ഗാൽവനോമീറ്റർ ഇങ്ങോട്ടും ഒക്കെ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ പ്രൂഫാണ് കറണ്ട് ഉണ്ടായി എന്നുള്ളതിന് പ്രൂഫാണ്. കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതാണ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ. കറണ്ട് ഈസ് ജനറേറ്റഡ് by magnetic induction, inducing a magnetic field with a circuit. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യാനാണ് ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സൗത്ത് പോൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ സൗത്ത് പോൾ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോർത്ത് പോൾ ആണെങ്കിൽ നോർത്ത് പോൾ റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ പഠിച്ചു ഫാരഡേസ് ലോ, d∅dt, E=d∅dt. ഇത് മൈനസ് സൈൻ, ലെൻസസ് ലോ. മൈനസ് സൈൻ d∅dt ഒരു മൈനസ് സൈൻ ഇട്ടാൽ മൈനസ് സൈൻ ആണ് ലെൻസസ് ലോ എന്ന് പറഞ്ഞു. വാട്ട് ഇസ് ഇറ്റ്? Induced EMF is in such a way that it will oppose the cause of that. എന്താണ് ഇൻഡ്യൂസ്ഡ് EMF? ആ EMFന് കാരണമാക്കുന്നത് എന്താണോ അതിനെ എതിർക്കുന്ന തരത്തിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണെന്നോ ഒടിച്ച് പറഞ്ഞു നോക്കൂ. നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ പഠിക്കണം. സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഞാനിവിടെ രണ്ട് സിമ്പിൾ യൂസ് ചെയ്യണം. ഒന്ന് φ, ഇത് ഫ്ലക്സ് ഇൻ വെബർ എന്ന യൂണിറ്റിൽ. രണ്ട് യൂണിറ്റാണ് ഫ്ലക്സിൻ്റെ, ഒന്ന് വെബർ, ഒന്ന് മാക്സ്വെൽ. മാക്സ്വെൽ എന്ന് പറയുന്നത് CGS യൂണിറ്റാണ്. വെബർ എന്ന് പറയുന്നത് SI യൂണിറ്റ്. നമുക്ക് SI യൂണിറ്റ് മതി. വെബർ. ഫ ഇസ് ദി ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് വെബർ. ആൻഡ് I is the current induced by electromagnetic induction. അപ്പോൾ കൂടുതൽ ഫ്ലക്സ്, അപ്പോൾ ഫൈയും ഐയും പ്രപ്പോർഷനാണ്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് കറണ്ടിന് ബന്ധമുണ്ട്. ഉണ്ടാകുന്ന ഇൻഡ്യൂസ് കറണ്ടിന് നമ്മൾ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്. കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ഉണ്ടാകാം. സോ ഇൻഡ്യൂസ് കറണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു എങ്ങനെ കറണ്ട് ഉണ്ടാക്കണേന്ന് പറയാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഗാൽവനോമീറ്റർ അല്ല, സെൽഫ് ഇൻഡക്ഷനാണ് ആദ്യം പഠിക്കാൻ പോകണം കേട്ടോ. ഒരു സെല്ല് കണക്ട് ചെയ്യാൻ പോകണം. ഒരു കീ വെച്ചു, കീ അങ്ങനെ ക്ലോസ് ചെയ്യണം. ഓക്കെ. ഈ സർക്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഇതിലെ പാസ് ചെയ്യാൻ തുടങ്ങും. അത് ഈ സെല്ല് അയക്കുന്ന കറണ്ടാണ്. വേറെ കറണ്ട് ഇതിൽ ജനറേറ്റ് ചെയ്യും. അത് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടായ കറണ്ടാണ്. ഞാൻ ഈ ഉണ്ടായ കറണ്ടിനെ I എന്ന് വിളിക്കാം. അവിടെ I എന്ന് എഴുതിയേക്കണേ. ഞാൻ പാസ് ചെയ്ത കറണ്ടിനെ I' എന്ന് വിളിക്കാം. നമുക്ക് ആവശ്യമില്ല, പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു കറണ്ട്, രണ്ട് കറണ്ട് പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് I ഏതാണെന്ന് വെച്ചാൽ ഇൻഡ്യൂസ് കറണ്ടാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. I' ആണ് ഞാൻ പാസ് ചെയ്യുന്ന കറണ്ട്. ഈ സെല്ലിൻ്റെ പോസിറ്റീവ് എടുത്ത് ഈ കോയിലേക്ക് കണക്ട് ചെയ്തേക്കണം. നെഗറ്റീവ് എടുത്തൊരു കീ വഴി ഈ കോയിലേക്ക് കണക്ട് ചെയ്തേക്കണം. പോസിറ്റീവ് ഓഫ് എസ് വലിയ വരാം. ഈ ഒരു സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു കോയിൽ അതിൻ്റെ ഒരു അറ്റത്തേക്ക്, നെഗറ്റീവ് വയ കീ വഴി, രണ്ട് കീ വരച്ചു അല്ലേ, ഒരു കീ ആവശ്യമുള്ളൂ. ഒരു കീ വഴി മറ്റേ അറ്റത്തേക്കും കണക്ട് ചെയ്തു. അപ്പോൾ ഇത് കറണ്ട് ക്യാരിങ് കോയിലായി. കറണ്ട് ക്യാരിങ് കോയിലായി നമ്മൾ പാസ് ചെയ്യണ കറണ്ട്. ആ പാസ് ചെയ്ത കറണ്ടിനെയാണ് ഞാൻ I' എന്ന് വിളിച്ചേക്കുന്നത്. അത് ക്ലോക്ക് വൈസ് ആയിട്ട് കാണിച്ചാണ് കറണ്ട് I'. അത് മുകളിൽ തന്നെ എഴുതിയേക്കാം. I' is the current that we are passing in the coil. ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ആ I' എന്ന കറണ്ട് ഈ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും.
നമ്മൾ പഠിച്ചു കഴിഞ്ഞു മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് കഴിഞ്ഞ ചാപ്റ്റർ. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഈ I' എന്ന കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് അത് വെബറിൽ എഴുതുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് φ. ആ ഫ്ലക്സ് വേരിയബിൾ ആണ്. എന്തുകൊണ്ട്? ഈ I' എന്ന കറണ്ട് വേരിയബിൾ ആണ്. ഇതെങ്ങനെ വേരിയബിൾ ആകണേ? I' എന്ന കറണ്ട് ഒരു സെല്ലല്ലേ കണക്ട് ചെയ്തേക്കണേ. ആ സെല്ലിന് ഒരു പ്രത്യേക EMF ഉണ്ട്. ആ സെല്ലിൻ്റെ EMF നമുക്ക് ഒന്നെങ്കിലും എഴുതാം. ആ സെല്ലിൻ്റെ EMFന് അനുസൃതമായിട്ട് കറണ്ട് I' ആംബിയർ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ഫ്ലോ ചെയ്താൽ ഈ I' എങ്ങനെയാണ് വേരിയബിൾ ആകുന്നത്? ഏത് സർക്യൂട്ട് ആണെങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു സാധാരണ ബൾബ് ഓൺ ചെയ്യുന്ന സ്വിച്ച് ഓൺ ചെയ്താൽ പെട്ടെന്ന് അത് ഫുൾ ബ്രൈറ്റ്നെസ്സിലേക്ക് വരില്ല. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എടുക്കും. ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മുടെ കണ്ണിൽ ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത വിധം ചെറിയ ടൈം ഇൻ്റർവൽ ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഓണായി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ അതിൽ കറണ്ട് പാസ് ചെയ്ത് അതിലെത്തി ആ കറണ്ട് ഫ്ലോ കംപ്ലീറ്റ് ആക്കി അത് വട്ടവർ ഏത് ടൈപ്പ് ആവട്ടെ, അത് പ്രത്യേകിച്ച് കോയിലാണെങ്കിലാണ് ഞാൻ പറയുന്നത്. മറ്റേ ഗ്യാസ് ഫില്ല് ചെയ്തിരുന്ന ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ LED ലാമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ CFL ലാമ്പോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വേറെ ടെക്നോളജിയാണ്. നമ്മൾ പറയുന്നത് പഴയ ടൈപ്പ് ബൾബാണ്. ബൾബിനകത്ത് ഫിലമെൻ്റാണ്. ഫിലമെൻ്റ് എന്ന് പറയുന്നതിന് ഇൻഡക്റ്റൻസ് ഉണ്ടാകും. ഫിലമെൻ്റ് എന്ന് പറയുന്നതിന് റെസിസ്റ്റൻസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞാണ് ഇൻഡക്റ്റൻസ് പഠിക്കാൻ പോകുന്നത്. ഫിലമെൻറ്റിന് ഇത്ര ഓം റെസിസ്റ്റൻസ് ഉണ്ടാകും. ഫിലമെൻറ്റിന് എത്രയോ ഹെൻറി ഇൻഡക്റ്റൻസ് ഉണ്ടാകും. അതിലേക്ക് വരാൻ പോകും. ഹെൻറി യൂണിറ്റാണ്, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ എന്തോ ആ ഒരു കോയിൽ കൂടി കറണ്ട് പാസ് ചെയ്യും. ഇതൊരു ഫിലമെൻ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി, ഒരു ബൾബിൻ്റെ ഫിലമെൻ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഫിലമെൻറ്റിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ഫിലമെൻറ്റിൽ ആ കറണ്ട് പാസ് ചെയ്യുന്ന I' ആംബിയറിന് അനുസൃതമായിട്ട് ഒരു ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സാണ് ഈ φ വെബർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫ്ലക്സ് വേരിയബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സർക്യൂട്ടിൽ കറണ്ട് ഗ്രോ ചെയ്ത് വരുന്നതിന് ഒരു തടസ്സം ഉണ്ടാകും. ഈ കോയിലിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ സെല്ല് വെച്ചിട്ടല്ലേ കറണ്ട് പാസ് ചെയ്യുന്നത്. ആ കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ പേരെന്താണ്? I' ആംബിയർ. അതിനെ എതിർക്കുന്ന ഒരു കറണ്ടാണ് I ആംബിയർ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസിലിട്ടു I', അയ്യോ ആൻറ്റി ക്ലോക്ക് വൈസിലിട്ടു. ആരോ ഓപ്പോസിറ്റ് നോക്കിയാൽ ഇത് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? ഇതിങ്ങനെ പറയുമ്പോൾ ക്ലോക്ക് വൈസ്, ഈ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ I ഏതാ? ഡെവലപ്പ് ചെയ്ത കറണ്ട്. അതേത് കറണ്ടാ? ഇൻഡ്യൂസ് കറണ്ട്. അതെങ്ങനെ ഉണ്ടായി? I' എന്ന കറണ്ട് ഈ കോയിലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കാരണമാക്കുന്ന കറണ്ടാണ് I'. ആ കോസ്, ഇവിടുത്തെ കോസ് ഏതാണെന്ന് വെച്ചാൽ I'. ആ കോസിനെ എതിർക്കുന്ന തരത്തിലാണ് എപ്പോഴും ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാകുക. അപ്പോൾ കോസ് ക്ലോക്ക് വൈസിലാണ് ഞാൻ കാണിച്ചത്. അതിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. അത് ശരി, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ വാട്ട് ഇസ് I? നമുക്ക് വേണ്ടത് I ആണ് കേട്ടോ. I' അല്ല വേണ്ടത്. I' പറഞ്ഞത് I കുറിച്ച് പറഞ്ഞാൽ I' കുറിച്ച് പറയണം. ഒരു കറണ്ട് പാസ് ചെയ്തപ്പോഴാണ് വേറെ കറണ്ട് ഉണ്ടായത്. ഞാനിപ്പോൾ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ അങ്ങോട്ട് നീന്താണെങ്കിൽ ഇങ്ങടേക്കൊരു ഒഴുക്ക് ഡെവലപ്പ് ചെയ്യും തന്നെ. ഒഴുക്കില്ലാത്ത വെള്ളമാണ്, സ്റ്റിൽ വാട്ടർ. ചാടി വെള്ളത്തിലേക്ക് ചാടി എന്നിട്ട് അങ്ങോട്ട് നീന്താണ് ഞാൻ. അപ്പോൾ ഇങ്ങോട്ടൊരു വാട്ടർ കറണ്ട് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ നോ വാട്ടർ കറണ്ട്, വെള്ളത്തിന് ഒഴുക്കില്ല, ആരും അനക്കുന്നില്ല, വെള്ളം അനക്കുന്നില്ല. സ്റ്റിൽ വാട്ടർ, നോ കറണ്ട്. കറണ്ടിൻ്റെ ഉദ്ദേശിച്ച വെള്ളത്തിൻ്റെ ഒഴുക്കാണ്, നോ വാട്ടർ കറണ്ട്. ഞാൻ അങ്ങടേക്ക് നീന്താണ്, തുഴയാണ്. ഞാൻ മുമ്പിലേക്ക് തുഴയുമ്പോൾ പിന്നിലേക്കൊരു വാട്ടർ ഫ്ലോ ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ തുഴയുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇങ്ങോട്ടല്ലേ, അപ്പോഴല്ലേ എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ. സോ വെൻ ഐ എം ക്രിയേറ്റിംഗ് മൈ സ്ട്രോക്സ് ഫോർവേഡ്, എൻ്റെ കൈകൾ കാലുകളൊക്കെ ഞാൻ മുമ്പിലേക്ക് നീക്കുന്ന സമയത്ത്, തുഴയുന്ന സമയത്ത് ദർ ഇസ് എ വാട്ടർ കറണ്ട് ഓൺ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്ന പോലെ ഈ സർക്യൂട്ടിൽ ഒരു കറണ്ട് പാസ് ചെയ്തു, I' എന്ന കറണ്ട്. ആ കറണ്ട് വേരിയബിൾ ആണ്. വേരി ചെയ്യാനുള്ളൊരു കാരണം, ഇത് ഒരു സെല്ലാണ്, സ്റ്റാൻഡേർഡ് ഒരു സെല്ലാണ്, ഒരു DC സെല്ലാണ്, ശരിയാണ്. ഇത് AC ഒന്നും അല്ല എങ്കിൽ പോലും ഈ സർക്യൂട്ടിൽ കറണ്ട് ഗ്രോ ചെയ്ത് വരാൻ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ ഒരു താമസമുണ്ട്. ഒരു ഡിലേ എന്ന് പറയുന്നതാണ് ഭംഗി. ഒരു തടസ്സം എന്ന് പറയാം, ഒരു തടസ്സം, ഒരു ഹിൻഡ്രൻസ്, ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ ഒരു താമസമുണ്ട്, ഒരു ഡിലേ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കോയിലിന്, അപ്പോൾ ബൾബിൻ്റെ ഫിലമെൻ്റ് ആണെന്നെങ്കിൽ ആ ഫിലമെൻറ്റിന് അതിൽ ഗ്രോ ചെയ്ത് വരുന്ന കറണ്ടിനെ എതിർക്കുന്ന ഒരു ടെൻഡൻസിയോ. ഇപ്പം ഞാൻ അങ്ങോട്ട് നീന്തുന്ന സമയത്ത് എൻ്റെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തെ എതിർക്കുന്നൊരു വാട്ടർ കറണ്ട് തന്നെ അതിലുണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ. ഓഫ് കോഴ്സ് ഞാൻ നീന്തുന്നതുകൊണ്ടാണ് വാട്ടർ കറണ്ട് ഉണ്ടാകുന്നത്, ശരിയാണ്. ബട്ട് എൻ്റെ മുന്നോട്ടുള്ള നീന്തലിനെ എതിർക്കുന്ന ഒന്നാണ് പിന്നോട്ടുള്ള ഒഴുക്ക് എന്ന് പറയുന്നത്. സ്റ്റിൽ വാട്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നീന്തുമ്പോൾ അങ്ങോട്ടാണ് ഒഴുക്കെങ്കിൽ അതെനിക്ക് സപ്പോർട്ടാണ്.
ഞാൻ മുന്നിലേക്ക് കുതിക്കുമ്പോൾ വെള്ളത്തിൽ എനിക്ക് മുന്നിലേക്കാണ് ഒഴുക്കെങ്കിൽ അതെനിക്ക് സപ്പോർട്ടാണ്. അങ്ങനെ അല്ലല്ലോ, ഞാൻ മുന്നിലേക്ക് കുതിക്കുമ്പോൾ പിന്നിലേക്കാണ് ഉണ്ടാകുന്ന വാട്ടർ കറണ്ട്, അതെനിക്ക് എൻ്റെ മൂവ്മെൻറ്റിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഐ ഡാഷ് എന്ന കറണ്ട് പാസ് ചെയ്ത കറണ്ടാണ്. എത്ര ആംപിയർ? ഐ എന്ന കറണ്ട് ഡെവലപ്പ് ചെയ്ത കറണ്ടാണ്, ഇൻഡ്യൂസ് കറണ്ട്. ആ ഇൻഡ്യൂസ് കറണ്ട് എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ഇൻഡ്യൂസ് കറണ്ടിന്റെ കാരണം എന്താ? ഐ ഡാഷ് എന്ന കറണ്ട് പാസ് ചെയ്തപ്പോൾ ഈ കോയില് അല്ലെങ്കിൽ ആ ഫിലമെന്റ് ഒരു കറണ്ട് ക്യാരിയിങ് കോയിലായി തീർന്നു. ആ കറണ്ട് വേരിയബിൾ ആണ് എങ്കിൽ ഈ ഫൈ വേരിയബിൾ ആണ്. ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഫ്ലക്സ് വേരിയബിൾ ആണ്. whenever the magnetic flux linked with a circuit changes, a current is generated in the circuit, that is known as electromagnetic induction. So how phi becomes variable? I dash is a variable current. Why? Even though you switch on the circuit by plugging the key, the current will grow. I dash ne an example edam. I dash equal 5 ampere. ഇതാണ് I dash ന്റെ എക്സാമ്പിൾ. അത് 5 ആംപിയർ എങ്ങനെ ആയെന്ന് പറയട്ടെ. 0 ടൈമിൽ 0 ആംപിയർ ആണ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ 1 ആംപിയർ ആയി. 2 സെക്കൻഡ് കഴിയുമ്പോൾ 2 ആംപിയർ ആയി. 3 ഇവിടെയാണ് എഴുതിയേക്കുന്നത് ടൈമാണ്. ഇവിടെ എഴുതിയേക്കുന്നത് കറണ്ടിന് ആംപിയർ ആണ്. 3 സെക്കൻഡിൽ 3 ആംപിയർ ആയി. 4 സെക്കൻഡിൽ 4 ആംപിയർ ആയി. 5 സെക്കൻഡിൽ 5 ആംപിയർ ആയി. ഞാൻ ഈ ആരോ ഇട്ടിട്ട് എഴുതിയേക്കണേ, ഈ കോളത്തിൽ എഴുതിയേക്കണേ ആംപിയർ ഉള്ള കറണ്ടാന്ന് വിചാരിക്കുക. ടൈമാണ് എഴുതിയേക്കണേ. 0 സമയത്ത് 0, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയം 0 സമയം. അപ്പോൾ ഇതിൽ 0 കറണ്ടാണ്. 1 സെക്കൻഡ് കഴിഞ്ഞു, അപ്പോൾ 1 ആംപിയർ ആയി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 ആംപിയർ ആയി. അത് കുറച്ചധികം ഡിലേ ആണ് ഞാൻ പറയാം. അതൊന്നും ഡിലേ ഉണ്ടാവില്ല. 5 ആംപിയർ എന്ന ഐ ഡാഷ് എന്ന കറണ്ട് ആ സർക്യൂട്ടിലായി വന്നത് 5 സെക്കൻഡ് കൊണ്ടാണ്. കുറച്ച് ഒരു നല്ല ഡിലേ ആണ്. 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഡിലേ ആണ്. അത്രയൊന്നും വരില്ല, സാധാരണ സർക്യൂട്ടിന് അത്രയൊന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞാണ് പറയാനുള്ള എളുപ്പത്തിന്. ഇപ്പം എങ്ങനെ കറണ്ട് ഗ്രോ ചെയ്തേക്കണേ? 0 നിന്ന് ഐ ഡാഷ് എന്ന ഈ 5 ആംപിയറിലേക്ക് ഗ്രോ ചെയ്യാൻ 5 സെക്കൻഡ് എടുത്തു. അപ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് 1 ആംപിയർ പെർ സെക്കൻഡ്. റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട്, ആ ഞാൻ പാസ് ചെയ്ത കറണ്ട് ഗ്രോ ചെയ്തതിൻ്റെ തോത്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട്. 1 സെക്കൻഡിൽ 1 ആംപിയർ, 2 സെക്കൻഡിൽ 2 ആംപിയർ ആയി, 3 സെക്കൻഡ് കൊണ്ട് 3 ആംപിയർ ആയി. അപ്പോൾ അമ്മീറ്ററോട് വെച്ച് കൊടുത്താൽ ആ അമ്മീറ്റർ ഈ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഞാൻ കട്ട് ചെയ്തിട്ട് അമ്മീറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്മീറ്റർ കാണിക്കുന്ന കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ്. പക്ഷേ അമ്മീറ്റർ 5 ആംപിയർ പെട്ടെന്ന് ആദ്യം കൊണ്ട് കാണിക്കില്ല. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ കീ അവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ അമ്മീറ്റർ 5 ആംപിയർ കാണിക്കില്ല. ഞാനിപ്പോൾ എടുത്ത എക്സാമ്പിൾ ഐ ഡാഷുകൾ 5 ആംപിയർ എന്നാണ്. അപ്പോൾ 5 ആംപിയർ കാണിക്കുന്ന ഒരു ഡിലേ ഉണ്ട്. ഞാൻ എടുത്ത ഡിലേ എത്രയാണെന്ന് പറയട്ടെ, 5 സെക്കൻഡ്. കുറച്ച് വലിയ ഡിലേ ആണ്, അത്രയൊന്നും ഡിലേ ഉണ്ടാവില്ല. ഉണ്ടാകും, അത് ഈ കോയിലിൻ്റെ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യും. ഈ കോയിലിന് ആ കോയിൽ ഗ്രോ ചെയ്ത് വരുന്ന കറണ്ടിനെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണെങ്കിൽ ഈ പറയുന്ന ഡിലേക്ക് ഉണ്ടാകും. 5 ആംപിയർ ആയി തീർന്നത് 5 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ അറ്റ് ദ റേറ്റ് ഓഫ് 1 ആംപിയർ പെർ സെക്കൻഡ്, 0 സമയത്ത് 0 കറണ്ട്, 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 ആംപിയർ കറണ്ട്, 2 സെക്കൻഡ് കഴിയുമ്പോൾ 2 ആംപിയർ കറണ്ട്, 3 സെക്കൻഡ് കഴിയുമ്പോൾ 3 ആംപിയർ കറണ്ട്, എക്സെട്ര. 5 സെക്കൻഡ് അവസാനിക്കുമ്പോൾ 5 ആംപിയർ കറണ്ടായി. ഇനി 6 ആംപിയർ ആവണില്ല. കാരണം ഈ സെല്ലിന്റെ പവർ അനുസരിച്ച് ഈ സർക്യൂട്ടിൽ ഇയാളുടെ റെസിസ്റ്റൻസ് എന്താണോ അതിനനുസരിച്ച് ഈ സർക്യൂട്ടിൽ പരമാവധി കടത്തിവിടാവുന്ന കറണ്ട്, ഈ സെല്ലിന് അയക്കാവുന്ന പരമാവധി കറണ്ട് 5 ആംപിയർ ആണ്. ഇനി 6 ആംപിയർ ആകുന്നില്ല, 7 ആകുന്നില്ല, 5-ൽ നിന്നു 5-ലേക്ക് ആകാനായിട്ട് ഒരു ഡിലേ ഉണ്ട്. അതിലേക്കാണ് വരുന്നത്. എല്ലാ സർക്യൂട്ടിനും ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം. So when we switch on a circuit consists of a cell in series with an inductor coil. ഞാൻ ഈ വരച്ചേക്കുന്ന കോയിൽ ഒരു സ്പ്രിംഗ് മാതിരി അല്ലെങ്കിൽ സോളിനോട് മാതിരി കാണിച്ചിട്ടുണ്ട്. അത് ബൾബിന്റെ ഫിലമെന്റായി സങ്കല്പിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു കോയിലിന് ഇൻഡക്റ്റൻസ് ഉണ്ട്. വാട്ട് ഇസ് ഇൻഡക്റ്റൻസ്? Inductance is the inherent property of a coil. By virtue of that property, it opposes the growth of current in the circuit or decay of current in the circuit. Switch off ചെയ്യുമ്പോഴുണ്ട് ഈ പ്രശ്നം. ഈ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഞാൻ ഈ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യാം. കീ തുറന്നു വെച്ചു. എത്ര ആംപിയർ ഉണ്ടായിരുന്നു ഈ അമ്മീറ്റർ കാണിച്ചത്? 5 ആംപിയർ. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എത്ര റീഡിങ് കാണിക്കേണ്ടതാണ്? അമ്മീറ്റർ എന്ന കറണ്ട് അളക്കുന്ന ഉപകരണമായ എത്ര റീഡിങ് കാണിക്കണം? സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 0 കാണിക്കണം അല്ലേ? പെട്ടെന്ന് 0 കാണിക്കില്ല. ആ 0 റീഡിങ്ങിലേക്ക് വരാനല്ലേ? കറണ്ട് ഓഫ് ചെയ്തേക്കല്ലേ? അത് 0 ആംപിയർ ആവണമല്ലോ. ആ കറണ്ട് 5 ആംപിയർ നിന്ന് 4 ആയി, 3 ആയി, 2 ആയി, 1 ആയി, 0 ആയി. ദർ ഇസ് എ ഡിലേ. അപ്പോൾ ഒരു കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഗ്രോ ചെയ്ത് ആ പരമാവധി കറണ്ട് ആവാൻ ഒരു ഡിലേ ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ, സർക്യൂട്ട് ഓഫ് ചെയ്യുമ്പോൾ ആ പരമാവധി കറണ്ട് ഇല്ലാണ്ടായി സ്വിച്ച് ഓഫ് ചെയ്ത് കറണ്ട് 0 ആകാനും ഒരു ഡിലേ ഉണ്ട്. അതാ കോയിലിൻ്റെ
ആ അപ്പാടെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ആ സർക്യൂട്ടിൻ്റെ എന്ന് പറയുന്നത് ഭംഗി. അപ്പാടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സെല്ലുണ്ട്, കീ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, എല്ലാവരും കൂടി ഉൾപ്പെടെ സർക്യൂട്ട്. ആ സർക്യൂട്ടിൻ്റെ പ്രത്യേകതയാണ് when we switch on a circuit there is a delay for the growth of current to become maximum. When we switch off the circuit there is a delay for the current to become minimum. മിനിമം എന്ന് പറഞ്ഞാൽ 0ആണ്. അപ്പോൾ കറണ്ട് 0-ൽ നിന്ന് ഏറ്റവും മാക്സിമം കറണ്ട് ആവാനും ഓഫ് ചെയ്യുമ്പോൾ മാക്സിമം കറണ്ട് 0 ആകാനും there is a delay. അതെല്ലാം സർക്യൂട്ടിലുണ്ട്. അതിൻ്റെ പേരാണ് ഇൻഡക്റ്റൻസ്. Inductance is the inherent property of a circuit by virtue of that property. എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രത്യേക പ്രോപ്പർട്ടി പറയുന്ന പ്രകാരം by virtue of that property opposes the growth of current in the circuit or decay of current in the circuit. Switch on ചെയ്യുമ്പോൾ കറണ്ട് ഗ്രോ ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറണ്ട് ഡീക്കേ ചെയ്യും. That inherent property അതിൻ്റെ പേരാണ് ഇൻഡക്റ്റൻസ്. It is analogous to inertia in mechanics. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു inertia is the inability of a body to change from rest to motion or motion to rest. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. തുടക്കത്തിൽ വാട്ട് ഇസ് inertia of rest, inertia of motion. റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറാനുള്ള ഇനബിലിറ്റി, മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് മാറാനുള്ള ഇനബിലിറ്റി. രണ്ട് inertia നമ്മൾ പഠിച്ചാണ്, inertia of rest, inertia of motion. ഇൻഡക്റ്റൻസ് is analogous to inertia. പറയാൻ എളുപ്പമാണ്. ഇൻഡക്റ്റൻസ് I ആണ് തുടക്കം, inertia I തന്നെയാണ് തുടക്കം. അത് ഒരു കമ്പയർ ചെയ്യാത്തുള്ളത്, ബന്ധമൊന്നുമില്ല. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഷനെ എതിർക്കാണ്. ഐ മീൻ ഇനേഷ്യ എന്ന് പറഞ്ഞാൽ മോഷനെ എതിർക്കാണ്. ഇനേഷ്യ ഓഫ് റെസ്റ്റ് മോഷനെ എതിർക്കാണ്. മോഷന്റെ ആ ചലനത്തിന്റെ തടസ്സമാണ് ഇനേഷ്യ എന്ന് പറയുന്നത് മെക്കാനിസം. അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ആ തന്നെ ഒന്ന് നിൽക്കുന്നതിനെ എതിർക്കാണ് ഇനേഷ്യ ഓഫ് മോഷൻ. ഇനബിലിറ്റി ടു ചേഞ്ച് ഫ്രം റെസ്റ്റ് ടു മോഷൻ, അല്ലെങ്കിൽ മോഷൻ ടു റെസ്റ്റ് എന്ന് പറയുന്നതാണല്ലോ ഇനേഷ്യ. അതേമാതിരി ഇൻഡക്റ്റൻസ് ഈസ് ദി ഇൻഹെറന്റ് പ്രോപ്പർട്ടി. അപ്പോൾ അനലോഗസിനെ പറയാൻ പറ്റുള്ളൂ, താരതമ്യ പഠനമാണ്. അവിടെ ഇൻഡക്റ്റൻസ് എന്ന് പറയും മെക്കാനിക്സിൽ, ഇവിടെ ഇനേഷ്യ എന്ന് പറയും. ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ ഇവിടെ ഇനേഷ്യ എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ ചോദിക്കും, ഒരു ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. മെക്കാനിക്സ് ഇൻഡക്റ്റൻസ്, ഇൻ ഇലക്ട്രിസിറ്റി സിമിലർ ടൈം എന്താണ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ അനലോഗസ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഇൻഡക്റ്റൻസ് ഈസ് അനലോഗസ് ടു ഇനേഷ്യ. ഇനേഷ്യ ഈസ് സംതിങ് വിച്ച് വിൽ ഒപ്പോസ് ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെങ്കിൽ അതാണ് കറണ്ട് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെങ്കിൽ അതാണ് കറണ്ട് സ്റ്റേറ്റ്. ആ കറണ്ട് സ്റ്റേറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ അതിനെ എതിർക്കുന്ന ഒന്നാണ്, തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഇനേഷ്യ എന്ന് പറയുന്ന പോലെ ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിന്റെ ഗ്രോത്തിനെ എതിർക്കുന്ന ഒരു പ്രോപ്പർട്ടി ആ സർക്യൂട്ടിനുണ്ടാകും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഡീക്കേ അതിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയും ആ സർക്യൂട്ടിനുള്ള, അതാണ് ആ സർക്യൂട്ടിന്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതിലേക്കാണ് പറയുന്നത്. അപ്പൊ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സർക്യൂട്ടിൽ ഉണ്ടായ ഫ്ലക്സ് ആണ്. ഐ എന്താ? ഇൻഡ്യൂസ് കറണ്ടാണ്, അല്ലാണ്ട് പാസ് ചെയ്ത കറണ്ട് അല്ല. നമുക്ക് ഇതൊന്ന് പക്ഷേ ഈ ഇൻഡ്യൂസ് കറണ്ട് പറഞ്ഞെങ്കിൽ ഈ കറണ്ട് വേണം. ഈ കറണ്ട് വേരിയബിൾ ആയതുകൊണ്ടാണ് ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടായത്. ഈ ഐ ഡാഷ് കറണ്ട് ഒരു ഫിക്സഡ് കറണ്ട് അല്ല. മേ ബി 5 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ പോലും അത് ഗ്രോ ചെയ്ത് 5 സെക്കൻഡ് കൊണ്ട് 5 ആമ്പിയർ ആയി. ഇനി 5 ആമ്പിയർ ആയ പിന്നെ ഐ ഇല്ല. 5 ആമ്പിയറിലേക്ക് ഐ ഡാഷ് ഗ്രോ ചെയ്തു, ഇനി ഐ എന്ന കറണ്ട് ഇല്ല. എന്താ കാരണം? ഐ ഡാഷ് എന്ന 5 ആമ്പിയർ ആകുന്നവരെ ആ പാസ് ചെയ്ത കറണ്ടിന്റെ ഗ്രോത്ത് ആണ് സങ്കല്പിക്കാൻ പറ്റുക. ആ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ 5 വേരിയബിൾ ആവുള്ളൂ. ഈ 5 എന്ന് പറഞ്ഞാൽ ഈ ഐ ഡാഷിന് അനുസൃതമായിട്ട് ഉണ്ടായ ഒരു ഫ്ലക്സ് ആണ്. അപ്പോ എന്താണ് എഴുതിക്കണേ? ഉണ്ടാകുന്ന കറണ്ടും ഫ്ലക്സും നമുക്കിത് പാസ് ചെയ്ത കറണ്ടായിട്ട് കാണാം. ഞാൻ ഇതിനെ ഞാൻ ഒന്നുകൂടി മറിച്ച് എഴുതിക്കോട്ടെ കേട്ടോ. ഇത് പാസ് ചെയ്ത കറണ്ടിനെ ഐ എന്ന് തന്നെ എഴുതിക്കോട്ടെ, ഉണ്ടായ കറണ്ടിനെ ഐ ഡാഷ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഐ എന്ന് ഉദ്ദേശിച്ചത് പാസ് ചെയ്ത കറണ്ടാണ്. കൺഫ്യൂഷൻ വേണ്ട. പാസ് ചെയ്ത കറണ്ടിന് അനുസൃതമായിട്ട് ഫ്ലക്സ് ഉണ്ട്. കൂടുതൽ കറണ്ട് 5 ആമ്പിയർ വരെ ഞാൻ എക്സാമ്പിൾ എഴുതിയല്ലോ. പാസ് ചെയ്ത കറണ്ട് എന്ന് പറഞ്ഞു. സിമ്പിൾ ഞാൻ ഒന്ന് തിരിച്ചുവിട്ടു, കാരണം ഇനി ഡെറിവേറ്റീവ് എടുക്കാൻ പോകണം. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ സിമ്പിൾ ഐയോ ഐ ഡാഷും മറിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. വാട്ട് ഇസ് ഐ? ദ കറണ്ട് വാട്ട് വി ആർ പാസിങ്. വാട്ട് ഇസ് ഐ ഡാഷ്? ഇൻഡ്യൂസ് കറണ്ട്. നമുക്കിവിടെ വേണ്ടി വരുന്ന ഈ പാസ് ചെയ്ത കറണ്ടാണ്. ഫ്ലക്സും പാസ് ചെയ്ത കറണ്ടും തമ്മിൽ ബന്ധമുണ്ട്. കൂടുതൽ കറണ്ട് പാസ് ചെയ്യാൻ ഈ സെല്ല് മാറ്റി തന്നെയായിരിക്കട്ടെ. ഈ സെല്ല് ഇപ്പോൾ കുറച്ച് വീക്കായ സെല്ല്, അപ്പോൾ 5 ആമ്പിയറിനെ വരെ ഇയാൾക്ക് അയക്കാൻ പറ്റുള്ളൂ. വലിയ പവർഫുൾ സെല്ല് 10 ആമ്പിയർ അയക്കാം, അപ്പോൾ കൂടുതൽ ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ 5 ആമ്പിയർ വരെയാണ് ഇതിൽ പാസ് ചെയ്തേക്കണേ. അപ്പോൾ അത്രേ ഫ്ലക്സേ ഉണ്ടാവുള്ളൂ ഈ കോയിലുമായി ബന്ധപ്പെടുന്നത്. അതിന് വരെ 10 ആമ്പിയർ പാസ് ചെയ്യാൻ പറ്റും സെല്ല് ഉപയോഗിച്ചാലോ കൂടുതൽ ഫ്ലക്സ് ഉണ്ടാവും. The current what we are passing and the flux generated thereby
are in proportion. The current what we are passing, symbol the current I what we are passing and the flux so generated are in proportion. കൂടുതൽ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫ്ലക്സ് ഉണ്ടായേനെ, കുറച്ച് കറണ്ട് പാസ് ചെയ്യുന്നുള്ളൂങ്കിൽ കുറച്ച് ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ വെബർ. സോ ഫൈ ഈസ് ഈക്വൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ. സിമ്പിൾ ആണോ തിയറി? വെരി സിമ്പിൾ തിയറി. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഡെറിവേറ്റീവ് എടുക്കാൻ പോണേ. d∅/dt is equal to d/dt of Li. നിങ്ങൾ കാൽക്കുലസ് പഠിച്ചല്ലേ ഡെറിവേറ്റീവ്? അതുകൊണ്ട് ഈ ഡിയും ഡിയും വെട്ടിക്കളയില്ലോ. ഇല്ല, ഇത് എങ്ങനെ വായിക്കണം? ഇല്ല, ഫസ്റ്റ് ഇയറിലെ അവരെ പഠിപ്പിച്ചപ്പോൾ അവർ എന്നോട് ചോദിച്ചാണ്. ഫസ്റ്റ് ഇയറിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ചോദിച്ചാണ് ഈ ഡി വെട്ടിക്കൂടെ എന്ന്. അപ്പോൾ അവർക്ക് ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയില്ല, അവർ കാൽക്കുലസ് ആയിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ d/dt of phi എന്ന് വായിക്കുന്നത്. d/dt of phi ഫ്ലക്സിൻ്റെ ഡെറിവേറ്റീവാണ്. ഇതെങ്ങനെ വായിക്കാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം അത് ഇൻഡ്യൂസ് DMF ആണ്. d∅/dt ഈ ഒരു മൈനസ് തന്നെ ഇടാം, ലെൻസസ് ലോ. അവിടെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പറ ഇട്ടാലും മതി. ഈക്വൽ ടു എൽ പുറത്തേക്ക് എടുക്കാം. ഈ കോയിലിനെ സംബന്ധിക്കുന്ന ഒരു കോയഫിഷ്യൻ്റ് ആണ് എൽ എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആണ്. ഈ കോയിലിൽ മാറ്റി വേറെ കോയിൽ വെച്ചാൽ അതിൻ്റെ എല്ല് വേറെയാണ്. ഇപ്പോൾ L1, L2, L3 എന്നൊക്കെ പറയാം, 3 കോയിൽ. ഇതിപ്പോൾ ഒരു കോയിൽ മാത്രമേ ഉള്ളൂ. ഒറ്റ കോയിലിന് ഒരൊറ്റ ഇൻഡക്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരാണ് കോയഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. വേറെ പേര് സെൽഫ് ഇൻഡക്റ്റൻസ്. രണ്ട് വാക്കുകൾ മെമ്മറിയിൽ വെക്കണം. എൽ ഇസ് എ കോൺസ്റ്റന്റ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല, അത് വേരിയബിൾ അല്ല. എൽ പുറത്തേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളതിന് ഡെറിവേറ്റീവ് കൊടുക്കാം. കറണ്ട് വേരിയബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5 ആംപിയറിലേക്ക് ഗ്രോ ചെയ്ത 5 സെക്കൻഡ് കൊണ്ടാണ്. di/dt എത്രയാണെന്ന് പറയട്ടെ? 1 ആംപിയർ പെർ സെക്കൻഡ്. നമ്മളെടുത്ത എക്സാമ്പിളിൽ di/dt എന്ന് പറഞ്ഞാൽ കറണ്ട് ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡീകേ ചെയ്യുന്ന തോത്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് 1 ആംപിയർ പെർ സെക്കൻഡ് ആണ് ഞാനെടുത്ത ഉദാഹരണം. 0 സമയത്ത് 0 കറണ്ട്, 5 സെക്കൻഡ് ആയപ്പോൾ 5 ആംപിയർ. അപ്പോൾ കറണ്ട് ഗ്രോ ചെയ്ത് ഏത് തോതിലാണ്? ഓരോ സെക്കൻഡിൽ ഓരോ ആംപിയർ വീതം ഗ്രോ ചെയ്തു. അങ്ങനെ 5 സെക്കൻഡ് കൊണ്ട് 5 ആംപിയർ എന്ന കറണ്ടിലേക്ക് സർക്യൂട്ട് എത്തി. അപ്പോൾ di/dt വില 5 അല്ല, 1 ആംപിയർ പെർ സെക്കൻഡ്. 5 ആംപിയർ പെർ 5 സെക്കൻഡ്. മീനിങ് സെയിം ആണ്. 5 ആംപിയർ പെർ 5 സെക്കൻഡ്. 2 ആംപിയർ ഇൻ 2 സെക്കൻഡ്. 3 ആംപിയർ ഇൻ 3 സെക്കൻഡ്. 1 ആംപിയർ പെർ സെക്കൻഡ്. അപ്പോൾ di/dt ഹാസ് എ മീനിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട്. അപ്പം ഞാനിത് 1 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു മൈനസ് സൈൻ ഇടാം, ലെൻസസ് ലോ. ഇതിനെ എവിടെയെങ്കിലും ഇട്ടാൽ മതി, ഇപ്പം എവിടെയെങ്കിലും മൈനസ് സൈൻ ഇടാം. Minus sign shows that induced EMF E is in such a way that it opposes its cause. ഈ EMF അല്ല നമ്മൾ പടത്തിൽ എഴുതുന്ന I' എന്ന ഇൻഡ്യൂസ് കറണ്ടാണ്. E എന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണ്, വോൾട്ടേജ്. ഇത്ര മില്ലി വോൾട്ട് അല്ലെങ്കിൽ ഇത്ര മൈക്രോ വോൾട്ട് അല്ലെങ്കിൽ ഇത്ര വോൾട്ട്. അത് E അല്ല, ഞാൻ പടത്തിൽ കൊണ്ടുവന്ന I' കറണ്ടാണ്. ഇൻഡ്യൂസ് കറണ്ട് I'. അതിന് ആനുപാതികമായ ഒരു വോൾട്ടേജ് ഒരു ഈ ഏറ്റവും ഒരു വോൾട്ട്മീറ്ററിലേക്ക് അടുപ്പിച്ച് ആ വോൾട്ട്മീറ്റർ വോൾട്ടേജ് കാണിക്കുക. അതാണ് ഈ എന്ന് പറയുന്നത്. ഈ കോയിലിൻ്റെ 2 അറ്റങ്ങളെ നേരെ ഒരു വോൾട്ട്മീറ്ററിലേക്ക് കൊടുത്താൽ എത്ര മില്ലി വോൾട്ട് അല്ലെങ്കിൽ എത്ര മൈക്രോ വോൾട്ട് കാണിക്കും, ചെറിയൊരു വോൾട്ടേജ് ആണെങ്കിൽ പോലും. അപ്പോൾ ഇൻഡ്യൂസ് DMF E മൈനസ് L di/dt. ഡി മൈനസ് സൈൻ ആണ് ലെൻസസ്. മൈനസ് സൈൻ ഷോസ് ദാറ്റ് ഇൻഡ്യൂസ് DMF ഓർ ദ കറസ്പോണ്ടിങ് കറണ്ട് ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ഇറ്റ്സ് കോസ്. ഈ I' കാരണക്കാരനാരാ? I ഏതാ? നമ്മൾ പാസ് ചെയ്ത കറണ്ട് എത്ര? 5 ആംപിയർ. അതിനെ എതിർക്കുവാന് I'. ആരാ I'? ഇൻഡ്യൂസ് കറണ്ട്. അതിന് അനുപാതികമായിട്ടുണ്ടായ വോൾട്ടേജ് ആണെന്ന് EMF E. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം അല്ല. ഇൻഡ്യൂസ് DMF അതായത് കറസ്പോണ്ടിങ് കറണ്ട് I' ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ഇറ്റ്സ് കോസ്. അതുകൊണ്ടാണ് ഇത് ഗ്രോ ചെയ്ത് വരാൻ സാവകാശം എടുത്തത്. I എന്ന കറണ്ട് എന്തുകൊണ്ട് 5 സെക്കൻഡ് കൊണ്ടേ ഗ്രോ ചെയ്തോളൂ. 0 കറണ്ട്, 5 സെക്കൻഡിൽ 5 ആംപിയറാണ് കറണ്ട്. ആ 5 സെക്കൻഡ് എടുത്തു ഗ്രോ ചെയ്യാനെന്ന് പറയുമ്പോൾ അത് ഈ സർക്യൂട്ടിൽ ഈ I' ആണ് നിർത്തുകൊണ്ടേയിരിക്കുന്നത്. അത് സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. വേറെ സർക്യൂട്ടിൽ ഇതേ സെല്ല് ഞാൻ കണക്ട് ചെയ്തു, അതേ കീ കണക്ട് ചെയ്തു, അതേ അമ്മീറ്റർ കണക്ട് ചെയ്തു, പക്ഷേ ഈ കോയിൽ മാറ്റി വേറെ കോയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ എക്സാമ്പിൾ എനിക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 0 സമയത്ത് 0 ആംപിയർ, 1 സെക്കൻഡ് സമയത്ത് 2 ആംപിയർ, 3 സെക്കൻഡ് സമയത്ത് 4 ആംപിയർ, 4 സെക്കൻഡ് സമയത്ത് 6 ആംപിയർ. ഇപ്പം എങ്ങനെ കറണ്ട് ഗ്രോ ചെയ്യുന്നത് പറയാമോ? ഇത് ടൈമാണ്. ഇത് ആംപിയറിലുള്ള വാല്യൂസാണ്. ഇത് ടൈമാണ്. ഞാൻ ഉദാഹരണം മാറ്റി. അപ്പോൾ കോയിൽ മാറ്റി. ഇപ്പം ഈ കോയിലാണ് വെച്ചാൽ ഈ കോയിൽ മാറ്റി വേറെ കോയിൽ വെച്ചു. സെല്ല് മാറ്റണ്ട, കീ മാറ്റണ്ട, അമ്മീറ്റർ മാറ്റണ്ട, കോയിലൊക്കെ മാറ്റി വേറെ കോയിൽ വയ്ക്കുക. ബൾബ് മാറ്റി വേറെ ബൾബ് വെച്ചു. ബൾബിൻ്റെ ഫിലമെൻറ്റ് മാറി.
ഈ ബൾബിൻ്റെ ഫിലമെൻ്റ് അല്ല, മറ്റേ ബൾബിൻ്റെ ഫിലമെൻ്റ്. കോയിൽ മാറും. ഇപ്പോഴത്തെ ഉദാഹരണം നോക്കൂ. 0 സമയത്ത് 0 ആംപിയർ, 1 സെക്കൻഡിൽ 2 ആംപിയർ, 2 സെക്കൻഡിൽ 2 സെക്കൻഡ് കൊണ്ട് 4 ആംപിയർ, 3 സെക്കൻഡ് കൊണ്ട് 6 ആംപിയർ. ഇപ്പം എങ്ങനെ കറണ്ട് ഗ്രോ ചെയ്യുന്ന റേറ്റ് പറയാമോ? 3 സെക്കൻഡ് സമയം കൊണ്ട് 6 ആംപിയർ, 3 സെക്കൻഡിൽ 6 ആംപിയർ. അപ്പം 1 സെക്കൻഡിൽ 0 സമയത്ത് 0 ആംപിയർ, ഇവിടെ നോക്കിയാൽ 1 സെക്കൻഡിൽ 2 ആംപിയർ, 2 സെക്കൻഡിൽ 4 ആംപിയർ, 3 സെക്കൻഡിൽ, ഇതൊക്കെ സെക്കൻഡിലാണ് ഈ ടൈം കേട്ടോ. ടൈമിന് സെക്കൻഡ്. ഇത് കറണ്ടിന് ആംപിയർ. അപ്പോൾ നോക്കൂ. അപ്പോൾ കറണ്ട് ഗ്രോ ചെയ്യുന്ന റേറ്റ് മാറിയിട്ടുണ്ടോ? ഇപ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് എങ്ങനെയാണ്? 1 ആംപിയർ പെർ സെക്കൻഡ് ആണ് ഇവിടെ എനിക്ക് പറയാൻ പറ്റും. ഇവിടെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് di/dt വാല്യൂ എങ്ങനെയാണ്? ഇപ്പം 2 ആംപിയർ പെർ സെക്കൻഡ് അല്ലേ? 0 1 സെക്കൻഡിൽ 2 സെക്കൻഡിൽ 4, 3 സെക്കൻഡ് സമയത്ത് 6 ആംപിയർ. അപ്പോൾ അതിനെ കറണ്ട് ഗ്രോ ചെയ്യുന്ന കോയിൽ മാറ്റി വേറെ കോയിലാണ്. അപ്പോൾ ആ രണ്ടാമത്തെ കോയിലിന് di/dt കൂടുതലാണോ കുറവാണോ? ആദ്യത്തെ കോയിലിന് di/dt 1 ആംപിയർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ കോയിലിന് di/dt 2 ആംപിയർ പെർ സെക്കൻഡ്. കറണ്ട് ഗ്രോ ചെയ്യുന്നത് പെട്ടെന്നാണോ സ്ലോ ആണോ? രണ്ടാമത്തെ കേസിൽ 3 സെക്കൻഡ് കൊണ്ട് 6 ആംപിയർ ആയി. ഇവിടെ 5 സെക്കൻഡ് കൊണ്ട് 5 ആംപിയർ ആയിട്ടുള്ളൂ. ഇവിടെ 5 സെക്കൻഡ് കൊണ്ട് 5 ആംപിയർ ആയിട്ട്, 6 സെക്കൻഡ് കൊണ്ട് 6 ആംപിയർ. അടുത്തൊന്നുകൂടി പറയുകയാണെങ്കിൽ 6 സെക്കൻഡ് 6 ആംപിയർ. ഒരു ഡാറ്റ കൂടി എഴുതി 6 സെക്കൻഡിൽ 6 ആംപിയർ. ഇപ്പം 3 സെക്കൻഡ് കൊണ്ട് 6 ആംപിയർ ആയി. അപ്പോൾ പെട്ടെന്ന് കറണ്ട് ഗ്രോ ചെയ്യുന്നത് ഈ കോയിലിലാണോ അതോ രണ്ടാമത് പറഞ്ഞ കോയിലിലാണോ? ഇത് ഈ ഉദാഹരണം ഈ കോയിലിന്, ഈ ഉദാഹരണം ഇനി ഇത് മാറ്റി വയ്ക്കുന്ന അടുത്ത ഒരു കോയിൽ അല്ലെങ്കിൽ അടുത്ത ബൾബ് അതിൻ്റെ ഫിലമെന്റ്. അപ്പോൾ പെട്ടെന്ന് കറണ്ട് ഗ്രോ ചെയ്യുന്നത് രണ്ടാമത്തെ കേസിലാണ് അല്ലേ? 3 സെക്കൻഡ് കൊണ്ട് 6 ആംപിയർ ആയില്ലേ? ഇവിടെ 5 സെക്കൻഡ് കൊണ്ടല്ലേ 5 ആംപിയർ ആണ്, എന്ന് വെച്ചാൽ 6 സെക്കൻഡ് കൊണ്ടാണ് 6 ആംപിയർ. അടുത്തൊരു ഉദാഹരണം കൂടി എഴുതുക. ഇവിടെ 3 സെക്കൻഡ് കൊണ്ട് 6 ആംപിയർ ആയില്ലേ? കറണ്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഏതിലാണ്? ആ രണ്ടാമത്തെ കോയിലാണ്. അപ്പോൾ di/dt കൂടുതൽ ആ രണ്ടാമത്തെ കോയിൽ. ഓരോ കോയിലിനും ഓരോ di/dt ഉണ്ട്. എന്ന് വെച്ചാൽ ഈ L എന്ന് പറയുന്ന അതാത് കോയിലിന് മാറിക്കൊണ്ടേയിരിക്കും. L is a coefficient which depends upon the coil, which depends upon the circuit. സർക്യൂട്ടിൽ ഞാൻ വേറെ ഒന്നും മാറ്റണ്ടെന്ന് പറഞ്ഞത് ഈ പ്രധാനമായിട്ടും അതിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതിൽ ഏറ്റവും കാരണം വഹിക്കുന്നത് ഈ കോയിലാണ്. ആ കോയിൽ മാറുമ്പോൾ ആ കോയിലിൻ്റെ കോയഫിഷ്യന്റ് മാറും. L is a constant for the coil അല്ലെങ്കിൽ for the circuit എന്ന് പറയാം, known as coefficient of self induction. അപ്പോൾ ഒരു കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കോയിലുള്ള കറണ്ടിന്റെ ഗ്രോത്തിനെ ഇതാണ് പാസ് ചെയ്ത കറണ്ട്. എതിർക്കുന്ന ഒരു കറണ്ട് ഇതാണ് എതിർക്കുന്ന കറണ്ട്. ഈ I' പേരാണ് ഇൻഡ്യൂസ് കറണ്ട്. ഇൻഡ്യൂസ് കറണ്ട് ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ഒപ്പോസ് ദ കോസ് ലെൻസസ് ലോ. Induced EMF or induced current is always in such a way that it will oppose its cause. I എതിർക്കുന്നതുകൊണ്ടാണ് ഐക്ക് ഗ്രോ ചെയ്ത് വരാൻ തടസ്സം ഉണ്ടാകുന്നത്. ഐക്ക് ഗ്രോ ചെയ്ത് വരാൻ തടസ്സം ഉണ്ട് അല്ലെങ്കിൽ ഡിലേ ഉണ്ടെന്ന് പറയാൻ കാരണം I' എന്ന ഇൻഡ്യൂസ് കറണ്ട് ഐയെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഐക്ക് ഗ്രോ ചെയ്യാൻ സാവകാശം വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അപ്പം തന്നെ 5 ആംപിയർ ആയനേലോ. ഫസ്റ്റ് കോയിൽ എടുത്ത ആദ്യത്തെ ഉദാഹരണം ഓൺ ചെയ്തു അപ്പം തന്നെ 5 ആംപിയർ ആയനേലോ. 0 സമയം കൊണ്ട് 5 ആംപിയർ ആയില്ലോ. 5 സെക്കൻഡ് കൊണ്ടല്ലേ 5 ആംപിയർ ആയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഡിലേ വന്നതെന്ന് ചോദിച്ചാൽ ആ ഗ്രോ ചെയ്ത് വരുന്ന കറണ്ടിനെ എതിർക്കുന്ന എന്തുകൊണ്ട്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം നമുക്കൊരു ഇനേഷ്യ ഉണ്ട്, ഒരു മൂഡായി വരുന്നവരെ ഒരു എതിർപ്പുണ്ട് എന്ന് പറയുമ്പോൾ പഠിക്കാൻ പുസ്തകം വെച്ചിരിക്കുന്നു. കുറച്ച് നേരത്തേക്ക് ഒരു മൂഡായി വരുന്നവരെ ഒരു പഠിത്തം ശരിയാവില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു മൂഡായി കഴിഞ്ഞാൽ പിന്നെ അതിൽ പിക്കപ്പായി അങ്ങനെ പോകും എന്ന് പറയുന്ന പോലെ അത് നമ്മുടെ ലൈഫിലുള്ള ഇനേഷ്യയാണ്. മടി എന്ന് പറയും, ലേസിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള ഇനേഷ്യയാണ് കേട്ടോ. അത് എനിക്കുണ്ട്, നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരു ലേസിനെസ്. ബട്ട് വൺസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നല്ല മൊമെൻ്റമായി സ്റ്റാർട്ട് ചെയ്ത് തുടക്കമായി കിട്ടാൻ ഒരു ഇനേഷ്യ ഉണ്ട് എന്ന് പറയുന്നത്. പഠിത്തം കൂടെ ആയി വരുന്നവർ ഒരു ഇനേഷ്യ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ മൂവായി. അപ്പോൾ ഇത് എല്ലാത്തിലും ഉണ്ട്. ഈ അപ്പോൾ ഒരു കോയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർ എനി കോയിൽ അല്ലെങ്കിൽ ഫോർ എനി സർക്യൂട്ട് ദർ ഇസ് സംതിങ് കോൾഡ്, എന്താണ് അതിൻ്റെ പേര്? സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ, സെൽഫ് എന്ന് പറഞ്ഞാൽ ആ കോയിലിൽ തന്നെ, ആ കോയിൽ തന്നെയാണ്. വേറെ കോയിലൊന്നും കൊണ്ടുവരും, വേറെ കോയിൽ കൊണ്ടുവരാൻ പോകുമ്പോൾ അടുത്ത രണ്ടാമത്തെ ഹെഡിങ് പറയും മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇപ്പോൾ ഞാൻ പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ഈസ് എ പ്രോപ്പർട്ടി. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ബൈ വെർച്യൂ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി opposes, ആ പ്രത്യേക പ്രോപ്പർട്ടി പ്രകാരം that property opposes the growth of current in a circuit or decay of current in a circuit. ഇതാണ് പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ ഒരു പുതിയ സംഭവം കൊണ്ടുവരാൻ പറ്റി. L ഹെൻറി എന്ന യൂണിറ്റിൽ അല്ലെങ്കിൽ മില്ലി ഹെൻറി അല്ലെങ്കിൽ മൈക്രോ ഹെൻറി, ചെറിയ യൂണിറ്റ് മില്ലി ഹെൻറി, അതിനേക്കാൾ ചെറിയ യൂണിറ്റ് മൈക്രോ ഹെൻറി, 10⁻³ മില്ലി 10⁻⁶ മൈക്രോ.
ഹെൻറിയാണ് SI യൂണിറ്റ്. എന്താണെന്നോട് നോക്കിയാൽ പറയാം. ഇയുടെ യൂണിറ്റ് എന്താ? വോൾട്ട്. DTയുടെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. DIയുടെ യൂണിറ്റ് എന്താ? ആംബിയർ. അപ്പോൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നോക്കി, വെറുതെ ഫോർമുലയ്ക്ക് വേണ്ടി മാത്രം, ഐ മീൻ യൂണിറ്റിന് വേണ്ടി മാത്രം. ഇയുടെ യൂണിറ്റ് വോൾട്ട്, അപ്പോൾ വോൾട്ട് നേടി ഇൻറ്റു ഈ DT നിങ്ങൾ ഗുണിക്കുകയാണെങ്കിൽ ടൈം സെക്കൻഡ്, അപ്പോൾ വോൾട്ട് ഇൻറ്റു സെക്കൻഡ്. എന്നിട്ട് DI അടിയിലേക്ക് കൊണ്ടാൽ L കിട്ടും. L ഈക്വൽ ഫോർമുല ഉണ്ടാക്കി അവിടുന്ന് വെറുതെ ഒരു യൂണിറ്റ് എഴുതാൻ വേണ്ടി മാത്രം EDT/DI എന്ന് എഴുതാലോ. L ഒന്ന് മനസ്സിൽ നോക്കി. E × DT ഈക്വൽ L × DI. അപ്പോൾ DI അടിയിലേക്ക് കൊണ്ടുവന്നാൽ ഈ LI, L is equal to E × DT/DI. DI എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, ആംബിയർ, AMP എന്ന് എഴുതാം. വോൾട്ട് സെക്കൻഡ് ബൈ ആംബിയർ, ഇതിന്റെ പേരാണ് ഹെൻറി. ഡയമെൻഷൻ ഒക്കെ എഴുതാൻ ചോദിച്ചാൽ ഈ ഹെൻറി എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഇൻഡക്റ്റൻസ് ഈസ് അനലോഗസ് ടു ഇനേഷ്യ. Inertia is something which will oppose the current state, whether state of rest or state of motion. അതിനെ എതിർക്കുന്ന ഒന്നാണ് inertia. Inertia of rest, inertia of motion. Inductance is analogous to inertia. Inductance എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ കറണ്ടിന്റെ ഗ്രോത്തിനെ എതിർക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. DK ആണെങ്കിൽ DK സ്വിച്ച് ഓഫ് ചെയ്ത് സീറോ ആക്കാം. കറണ്ടിന്റെ DKയെ എതിർക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ്. അതാണ് പഠിച്ചു വന്നത്. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ ഈ ഫോർമുല നമുക്ക് വേണ്ടി വരും. -LdI/dt, EMF, ഇത് ഇൻഡ്യൂസ്ഡ് EMF, ഇത് ആ സർക്യൂട്ടിന്റെ കോഎഫിഷ്യന്റ് ആണ്. ആ സർക്യൂട്ടിലെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കോയിലിനെയാണ്. ആ കോയിലിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ പേര് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, വേറെ പേര് സെൽഫ് ഇൻഡക്റ്റൻസ്, മീനിങ് സെയിം ആണ്. ഇൻറ്റു DI/dt. DI/dt ഞാൻ ഒന്നൊന്ന് എടുത്താൽ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ്. E = -L എപ്പോഴും എങ്ങനെ എഴുതാൻ പറ്റുക? E = -L എപ്പോഴും എഴുതാൻ പറ്റുക? If DI/dt = 1 ആംബിയർ പെർ സെക്കൻഡ്. DI/dt എനിക്ക് 1 ആംബിയർ പെർ സെക്കൻഡ് എഴുതാൻ പറ്റുന്ന ഉദാഹരണത്തിൽ മാത്രമല്ലേ E = -L ഇറക്കി എഴുതാൻ പറ്റുള്ളൂ. ആവട്ടെ, DI നമ്മളെടുത്ത് ഇതല്ല, ഇത് 2 ആംബിയർ പെർ സെക്കൻഡ് എന്ന ഉദാഹരണമാണ്. അതല്ല, ഞാൻ ആദ്യം എടുത്ത എക്സാമ്പിൾ 1 ആംബിയർ പെർ സെക്കൻഡ് ആണ്. കറണ്ട് ഗ്രോ ചെയ്യുന്ന റേറ്റ് അല്ലെങ്കിൽ ഡീകേ ചെയ്യുന്ന റേറ്റ് ഒരു സെക്കൻഡിൽ 1 ആംബിയർ വീതമാണ്. അപ്പൊ DI/dt 1 എന്ന് എടുത്താൽ ഈ ഫോർമുല സിമ്പിളായി. E = -L, മൈനസ് അവിടെ നിൽക്കട്ടെ. മൈനസിന്റെ മീനിങ് നമുക്കറിയാം, ലെൻസസിലാണ് -L അവിടെ നിൽക്കട്ടെ. അപ്പൊ E = L. സോ ഹൗ ടു ഡിഫൈൻ L? സെൽഫ് ഇൻഡക്റ്റൻസ്, വേറെ വാക്ക് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓഫ് എ കോയിൽ അല്ലെങ്കിൽ ഓഫ് എ സർക്യൂട്ട് is defined as the induced EMF in the circuit when current grows or decays at the rate of unity. 1 ampere per second. Unity എന്ന് പറയുമ്പോൾ 1. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at the rate of 1 ampere per second. എന്ന് പറയാം സെൽഫ് ഇൻഡക്റ്റൻസ്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓഫ് എ സർക്യൂട്ട് is defined as the EMF. L = E എന്ന് കിട്ടിയാണ്, അല്ലെങ്കിൽ E = L എന്ന് കിട്ടിയാണ്. മൈനസ് ആണ് നിൽക്കുന്നത്. L = E. So what is L? EM. What is L? Coefficient of self-induction. How do you define it? It is an induced EMF in a circuit when current grows at the rate of 1 ampere per second. ഇതാണ് ആദ്യത്തെ ഹെഡിങ്, സെൽഫ് ഇൻഡക്ഷൻ. പെട്ടെന്ന് എഴുതിക്കോളൂ. ഒരു ജസ്റ്റ് ഒരു സർക്യൂട്ടിനെ വരച്ചിട്ടുള്ളൂ. IO I' കാണിച്ചുള്ളൂ. നമ്മൾ എഴുതുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് തിരിച്ചെഴുതി നോക്കുള്ളൂ, അറിയാതെ അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ നമ്മൾ നോട്ട് എഴുതാൻ പോകുന്നത് കറക്റ്റാണ്. I ആണ് ഞാൻ പാസ് ചെയ്ത കറണ്ട്, I' ആണ് ഇൻഡ്യൂസ് കറണ്ട്. I ആണ് പാസ് ചെയ്ത കറണ്ട്, ക്ലോക്ക് വൈസിൽ കാണിച്ചു. I' ആൻറ്റി ക്ലോക്ക് വൈസിൽ കാണിച്ചു. എക്സാമ്പിൾ വേണമെന്നില്ല, നമുക്ക് ഡെഫിനേഷൻ ഒക്കെ പറയാം. എക്സാമ്പിൾ ഒന്നും വേണമെന്നില്ല. അത് നമുക്ക് എപ്പോഴെങ്കിലും വേണ്ടി വരുമ്പോൾ പ്രോബ്ലത്തിൽ എടുക്കാം. പ്രോബ്ലത്തിൽ വരും അതൊക്കെ കേട്ടോ. എക്സാമ്പിൾ എല്ലാം പ്രോബ്ലത്തിൽ കയറി വരും. ഇപ്പം നമുക്ക് ഈ ഒരു സർക്യൂട്ട് മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇപ്പോഴത്തെ ഹെഡിങ് ഇതാണ്. ഒന്നാമത്തെ ഹെഡിങ് 2 types of electromagnetic induction എന്ന ഹെഡിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഹെഡിങ് വേണം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളിലെ ആദ്യത്തെ കാര്യം, സെൽഫ് ഇൻഡക്ഷൻ. സർക്യൂട്ടിൽ ഒരു സെല്ലും കീയും ഒക്കെ വരച്ചോ. ഈ വരച്ചൊരു കീ ആണ്, ഈ വരച്ചൊരു സെല്ലാണ്. IO I' കാണിച്ചോ. ദിസ് ഇസ് ആൻ അമ്മീറ്റർ, ഇത്രയും വരച്ചു വെച്ചോളൂ. എന്നിട്ട് എഴുതേണ്ടത് സർക്യൂട്ട്, the given circuit shows a coil. The given circuit shows a coil
connected to a cell, a coil connected to a cell in series with a key and ammeter. Circuit shows a coil connected to a cell in series with a key. Circuit shows a coil connected to a cell in series with a key and ammeter. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സർക്യൂട്ട് ഷോസ് എ കോയിലാണ് വരച്ചത്. ഒരു സോളിനോട് ഒരു സ്പ്രിങ് ഒരു കോയിൽ കണക്റ്റഡ് ടു എ സെൽ, ശരി, ഇൻ സീരീസ് വിത്ത് എ കീ ആൻഡ് ആൻ അമ്മീറ്റർ. ഇനി പറയേണ്ടത് when we switch on the key key switch on ചെയ്യുമ്പോൾ when we switch on the key, a current will grow in the circuit. When we switch on the key, a current will grow in the circuit. When we switch on the key, a current will grow in the circuit. When we switch on the key, a current will grow in the circuit. A current will grow in the circuit. Adeda, this current is denoted as I. 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 Denoted as I. Bracket le, there is an induced current generated, I dash. Bracket le, there is an induced current generated, I dash. I dash എന്താണ് പറഞ്ഞു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. There is an induced current generated, I dash. There is an induced current generated, I dash. There is an induced current generated, I dash. There is an induced current generated. ഏതാണത്? I dash. അത് ബ്രാക്കറ്റിൽ ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതണം. Phi proportional to I. Phi proportional to I. Phi proportional to I. Phi proportional to I. എന്താ ഫൈ? എന്താണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പാസ് ചെയ്ത കറണ്ടാണ്. ഫൈ എന്താന്ന് പറഞ്ഞത്? ഹിയർ ഫൈ റെപ്രസെന്റ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് കറസ്പോണ്ടിങ് ടു ദ കറണ്ട് ഐ. ഹിയർ ഫൈ റെപ്രസെന്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് കറസ്പോണ്ടിങ് ടു here phi represent the magnetic flux corresponding to the current I. I എന്ന കറണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പാസ് ചെയ്ത കറണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പടത്തിലുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫൈ ഈക്വൽ ടു ഫൈ പ്രപ്പോർഷണൽ ടു ഐ എന്ന് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഫൈ എന്താണെന്ന് പറഞ്ഞു. ഹിയർ ഫൈ റെപ്രസെന്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് കറസ്പോണ്ടിങ് ടു ദ കറണ്ട് ഐ. ഐ എന്ന കറണ്ട് നമ്മൾ കടത്തിവിട്ട കറണ്ടാണ് കേട്ടോ, സെല്ല് വെച്ചത്. ഇനി എഴുതുന്നത് ഫൈ ഈക്വൽ എൽ ഐ. Phi equal Li, where L is a constant, so proportionally constant, known as coefficient of self-induction. Where phi is a constant, known as coefficient of self-induction. Where phi is a constant, known as coefficient of self-induction. L is a constant known as coefficient of self-induction. ബ്രാക്കറ്റിൽ സെൽഫ് ഇൻഡക്റ്റൻസ്. രണ്ട് വാക്കുകളും ഉപയോഗിക്കാം. കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടിയുടെ പേര് എഴുതണം. കോഎഫിഷ്യന്റ് പിന്നാലെ എഴുതുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, അങ്ങനെ തന്നെ പറയണം. വേറെ പേര് സെൽഫ് ഇൻഡക്റ്റൻസ്, മീനിങ് സെയിം ആണ്. ബ്രാക്കറ്റിൽ എഴുതാം സെൽഫ് ഇൻഡക്റ്റൻസ്. രണ്ട് രീതിയിലും പറയും നമ്മൾ കണക്കുകളിൽ കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റിംഗ് എന്നൊരു സ്റ്റെപ്പ് കൊടുക്കുക. ഡിഫറൻഷിയേറ്റിംഗ് LHS RHSനെ കുറിച്ച് എഴുതണ്ട, നമുക്ക് മനസ്സിലാവും. ഡിഫറൻഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. ഒരു കോമന്റ് ഉണ്ട്. d∅dt ഈക്വൽ ടു d/dt ഓഫ് Li എന്ന് പറയും. Li ബ്രാക്കറ്റിൽ d/dt എന്ന ഓപ്പറേറ്റർ Liക്ക് കൊടുക്കണം. ഇത് d∅dt ആണ് എന്ന് വെച്ചാൽ ഫൈ ഡെറിവേറ്റീവ് എടുക്കണം. d/dt ഓഫ് ഫൈ എന്ന് വായിക്കണം. d/dt ഓഫ് ഫൈ എന്ന് വായിക്കണം. ഷോർട്ട് ഫോമിൽ d∅dt എന്ന് വായിക്കാം. ഇതോ d/dt ഓഫ് Li, കാരണം ഫൈ എന്ന് പറഞ്ഞാൽ Li അല്ലേ, ഫൈ Li അല്ലേ, അപ്പോൾ ഇറക്കി എഴുതി ഫൈയുടെ വാല്യൂ. എന്നിട്ട് L പുറത്തേക്കിടാം. ഈ d∅dt E എന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ. E ഈക്വൽ ടു, കാരണം എഴുതാൻ നോക്കും, E ഈക്വൽ ടു ഒരു മൈനസ് തന്നെ ഇടാം.
എല്ല് പുറത്തേക്ക് കിട്ടും, di/dt. ഇതൊരു കോളത്തിലാക്കി വെച്ചില്ല. എങ്ങനെ ഇത് കിട്ടിയെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ അതിൻ്റെ താഴെ കൊടുത്താൽ മതി. വി നോ ദാറ്റ്, എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയെന്ന് ഇവിടെ വരെ എഴുതിയിട്ട്, വി നോ ദാറ്റ് E equal to minus d∅/dt using Faraday's law and Lenz's law. We know that E equal to minus d∅/dt using Faraday's law and Lenz's law. We know that E equal to minus d∅/dt using Faraday's law and Lenz's law. അതുകൊണ്ടാണ് d∅/dtക്ക് E എന്ന വില ഇട്ടത്. മൈനസ് എൽ ലെൻസസ് ലോ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ എഴുതുന്നത് E equal to minus L when di/dt is 1 ampere per second. E equal to minus L when di/dt is 1 ampere per second. അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. E equal to minus L എന്ന് പറയാൻ പറ്റുന്നത് ഈ ടൈം 1 ആകുമ്പോഴല്ലേ. when di/dt is 1 ampere per second. ഐയുടെ യൂണിറ്റ് ആംബിയർ, ടൈമിൻ്റെ സെക്കൻഡ്. ഇപ്പോൾ di/dt യൂണിറ്റ് ആംബിയർ പെർ സെക്കൻഡ്. അത് 1 എടുത്താലേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. E equal to minus L when di/dt is 1 ampere per second. അപ്പോൾ ഡെഫിനേഷനിലേക്ക് വരാൻ പറ്റും. Therefore സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട്, കോയിലിന് എഴുതിയാൽ മതി. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട്, ആ കോഎഫിഷ്യൻ്റ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് is defined as, the definition is defined as the induced EMF is defined as the induced EMF in the circuit is defined as the induced EMF in the circuit is defined as the induced EMF in the circuit when current grows or decays in the circuit, when current grows or decays in the circuit at the rate of 1 ampere per second. When current grows pick up or decays decays when current grows or decays at the rate of 1 ampere per second. Self-inductance of a circuit is defined as the induced EMF in the circuit when current grows or decays at the rate 1 ampere per second. യൂണിറ്റ് എന്ന് എഴുതിയാലും മതി, അറ്റ് ദ റേറ്റ് യൂണിറ്റ് എന്ന് എഴുതിയാലും മതി, അറ്റ് ദ റേറ്റ് 1 ampere per second. ഇനി നമുക്ക് ആ എല്ലിൻ്റെ യൂണിറ്റ് പറയണം. സബ്ഹെഡിങ് ആയിട്ട് തന്നെ യൂണിറ്റ് ഓഫ് എൽ എന്നാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് എൽ, എല്ലിൻ്റെ യൂണിറ്റ് എഴുതാൻ പോകണം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത ചാപ്റ്റർ. ഈ ചാപ്റ്റർ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ വളരെ എളുപ്പം. അപ്പോൾ എഴുതുന്നത് E equal to minus L di/dt. ഒന്നുകൂടി എടുത്ത് എഴുതുക ആ ഫോർമുല. അപ്പോൾ ഇവിടെ വോൾട്ട് എന്ന് എഴുതാം, ഈക്വൽ ടു എല്ലിൻ്റെ യൂണിറ്റ് എനിക്ക് അറിയില്ല, ഇൻറ്റു ഡിയുടെ യൂണിറ്റ് ആംബിയർ എന്ന് എഴുതാം, ഡി ടിയുടെ യൂണിറ്റ് സെക്കൻഡ് എന്ന് എഴുതാം, ഡി ടിയുടെ യൂണിറ്റ് സെക്കൻഡ്. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തോളൂ. വോൾട്ട് ഇൻറ്റു സെക്കൻഡ് ബൈ ആംപിയർ, ഇതാണ് യൂണിറ്റ് ഓഫ് എൽ. ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടത് യൂണിറ്റ് എഴുതാൻ പോകുന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്തെഴുതാം യൂണിറ്റ് ഓഫ് എൽ, എല്ലിൻ്റെ യൂണിറ്റാണ് ഇപ്പോൾ അതാണ് വോൾട്ട് സെക്കൻഡ് ബൈ ആംപിയർ എന്ന്. ഇതിൻ്റെ ചുരുക്കപ്പേര് എഴുതി വയ്ക്കുക. ഇതിൻ്റെ ചുരുക്കപ്പേരാണ് ഹെൻറി. അപ്പം HENRY, ഇതാണ് യൂണിറ്റ് ഓഫ് എൽ. ഇപ്പോൾ വോൾട്ട് സെക്കൻഡ് ബൈ ആംപിയർ എന്ന് പറയണത് എല്ലിൻ്റെ യൂണിറ്റാണെന്ന് മനസ്സിലാവും. അതാണ് ആംപിയർ, അല്ല എന്താണ് ഹെൻറി. വോൾട്ട് സെക്കൻഡ് ബൈ ആംപിയർ എന്ന് പറയുന്നതാണ് ഹെൻറി. അപ്പം നമ്മൾ ഓം എന്ന യൂണിറ്റ് എടുക്കുന്നത് എവിടെയാ? നമ്മുടെ തിയറിയിൽ ഇലക്ട്രിസിറ്റി പഠിച്ചു കഴിഞ്ഞു. ഓം എവിടെയാണ് എടുക്കുന്നത്? റെസിസ്റ്റൻസിൽ. ഹെൻറി എച്ച് എന്ന് എഴുതിയാൽ മതി ഷോർട്ട് ഫോമിലൊക്കെ. ഓം ഇങ്ങനെ എഴുതി, ഓം അതിൻ്റെ സിമ്പിൾ ഇങ്ങനെ എഴുതി ഓം. അത് ആരുടെ യൂണിറ്റാണ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇപ്പം ഞാൻ എച്ച് എന്ന് എഴുതാണ്. അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, വേണമെങ്കിൽ ഹെൻറി എന്ന് മുഴുവൻ എഴുതാം. അത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ രണ്ട് നമ്മൾ വ്യത്യാസം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നോക്കി ഈ വീഡിയോ കട്ട് ചെയ്യാൻ പറ്റും. Resistance is something which will oppose the current. Inductance is something which will oppose the growth of current. അല്ലെങ്കിൽ ഡി കെ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ എതിർക്കുന്ന പ്രോപ്പർട്ടിയാണ്. 5 ohm 10 ohm എന്താ വ്യത്യാസം? 10 ohm എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഗർ റെസിസ്റ്റൻസ് ആണ്. 5 ohമിന് കറണ്ടിനെ എതിർക്കാനുള്ള കഴിവ് എന്താണോ അതിൻ്റെ ഇരട്ടി കഴിവുണ്ട് 10 ohm കോയിലിന്.
ഓമാണ് ഞാൻ പറഞ്ഞത്. അത് പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. സോ കറണ്ടിനെ എതിർക്കുന്ന ഒന്നാണ് റെസിസ്റ്റൻസ്. ഇൻഡക്റ്റൻസ് കറണ്ടിനെ അല്ല എതിർക്കുന്നത്. കറണ്ടിനെ എതിർക്കുന്നത് ഇൻഡയറക്ട്ലി പറയാം, കറണ്ടിൻ്റെ ഗ്രോത്തിനെയാണ് എതിർക്കുന്നത്, കറണ്ടിൻ്റെ ഡീക്കേ ആണ് എതിർക്കുന്നത്. കറണ്ടിനെ എതിർക്കുന്ന പ്രോപ്പർട്ടി നമ്മൾക്ക് റെസിസ്റ്റൻസ് എന്താണ് ഓംസ് ലോ പഠിച്ചു കഴിഞ്ഞു. V/I = R. ഓം ഇത്ര ഓം കോയിൽ എന്ന് പറയും. ഇവിടെ പറയുന്നത് ഇത്ര ഹെൻറി ഇൻഡക്ടർ, 5 മില്ലി ഹെൻറി ഇൻഡക്ടർ, 10 മില്ലി ഹെൻറി ഇൻഡക്ടർ, എന്താ വ്യത്യാസം? 5 ഓമും 10 ഓമും പറയുന്ന പോലെയൊക്കെ തന്നെ. 5 ഓം 10 ഓം എന്താ വ്യത്യാസം? 5 ഓമിനേക്കാൾ എതിർപ്പ് 10 ഓം കോയിലിന് കൂടുതലാണ്. എന്തിൻ്റെ എതിർപ്പ്? കറണ്ടിനെ എതിർക്കുക. അതാണ് റെസിസ്റ്റൻസ്. യൂണിറ്റ് ഓമാണ്. ഇൻഡക്റ്റൻസ് ഹെൻറി എന്ന യൂണിറ്റിൽ എഴുതും. അത് എന്തിനാണ് എതിർക്കുന്നത്? കറണ്ടിനെ അല്ല എതിർക്കുന്നത്. കറണ്ടിൻ്റെ ഗ്രോത്തിനെ എതിർക്കാണ്, കറണ്ടിൻ്റെ ഡീക്കേയെ എതിർക്കാണ്. അത് ഇനേഷ്യക്ക് ഇക്വലൻ്റാണ്. ഇനേഷ്യക്ക് ഇക്വലൻ്റാണ്. ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഏത് അവസ്ഥയിലൊരു വസ്തു ഇരിക്കുന്നുവോ അതിനെ എതിർക്കാണ്. ഇനേഷ്യ ഈസ് ദ ഇനബിലിറ്റി ടു ചേഞ്ച് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഇൻഡക്റ്റൻസ് ഈസ് അനലോഗസ് ടു ഇനേഷ്യ. ഇൻഡക്റ്റൻസ് ഈസ് സംതിങ് വിച്ച് വിൽ ഒപ്പോസ് കറണ്ട് അല്ല, വിച്ച് വിൽ ഒപ്പോസ് ദ ഗ്രോത്ത് ഓഫ് കറണ്ട്, വിച്ച് വിൽ ഒപ്പോസ് ദ ഡീക്കേ ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. അതാണ് വ്യത്യാസം. അതിൻ്റെ യൂണിറ്റാണ് ഇത് പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഒരു സെൻറ്റൻസ് കൂടി എഴുതി വെച്ചോളൂ. ഇൻഡക്റ്റൻസ് ഈസ് അനലോഗസ് ടു ഇനേഷ്യ ഇൻ മെക്കാനിക്സ്. ഇൻഡക്റ്റൻസ് ഈസ് അനലോഗസ് ടു ഇനേഷ്യ ഇൻ മെക്കാനിക്സ്. അതൊരു നോട്ട് 1 എഴുതിക്കോളൂ. നോട്ട് 1. ഇൻഡക്റ്റൻസ് ഈസ് അനലോഗസ് ടു ഇനേഷ്യ ഇൻ മെക്കാനിക്സ്. അതൊരു പോയിന്റ്. ഇനി രണ്ടാമതൊരു പോയിന്റ് നോട്ട് 2. ഇൻഡക്റ്റൻസ് ഈസ് അനലോഗസ് ടു ഇനേഷ്യ ഇൻ മെക്കാനിക്സ്. അതൊരു പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നമ്പർ 2 നോട്ട് 2. റെസിസ്റ്റൻസ് ക്യാൻ ഒപ്പോസ് കറണ്ട്. റെസിസ്റ്റൻസ് ക്യാൻ ഒപ്പോസ് കറണ്ട്. റെസിസ്റ്റൻസ് ക്യാൻ ഒപ്പോസ് കറണ്ട്. ബട്ട് ഇൻഡക്റ്റൻസ് ക്യാൻ ഒപ്പോസ് ഗ്രോത്ത് ഓർ ഡീക്കേ ഓഫ് കറണ്ട്. റെസിസ്റ്റൻസ് ക്യാൻ ഒപ്പോസ് കറണ്ട് അല്ലേ? അങ്ങനെയല്ലേ? റെസിസ്റ്റൻസ് ക്യാൻ ഒപ്പോസ് കറണ്ട്. യൂണിറ്റ് ഓം ആണ്, നമുക്കറിയാം, പ്രത്യേകം എഴുതണ്ട. റെസിസ്റ്റൻസ് ക്യാൻ ഒപ്പോസ് കറണ്ട്. ബട്ട് ഇൻഡക്റ്റൻസ് ക്യാൻ ഒപ്പോസ്, എതിർക്കാം. എന്തിനെ എതിർക്കും? ക്യാൻ ഒപ്പോസ് ഗ്രോത്ത് ഓഫ് കറണ്ട് ഓർ ഡീക്കേ ഓഫ് കറണ്ട്. ഇൻഡക്റ്റൻസ് ക്യാൻ ഒപ്പോസ് ഗ്രോത്ത് ഓഫ് കറണ്ട് ഓർ ഡീക്കേ ഓഫ് കറണ്ട്. ഇത്തരം കാര്യങ്ങളാണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള ഹെഡിങ്ങിൽ പഠിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ AC സർക്യൂട്ട്സിലേക്ക് കയറും. AC സർക്യൂട്ട് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ് AC സർക്യൂട്ടിൻ്റെ ബേസ്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. കുറച്ചൊക്കെ സ്കൂളിൽ എവിടെയോ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിലാണോ EM ഇൻഡക്ഷൻ പഠിച്ചത്? CBSE-ക്കാർ പഠിച്ചേക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് EM ഇൻഡക്ഷൻ സ്റ്റേറ്റ് സിലബസുകാർ 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതെ അല്ലേ? സ്റ്റേറ്റ് സിലബസിൽ 10th പഠിച്ച ആൾക്കാർ ഉണ്ട്. EM ഇൻഡക്ഷൻ പഠിച്ചിട്ട് കുറച്ച് ഞാൻ പഠിപ്പിച്ചല്ലേ കഴിഞ്ഞ വർഷം 10th കേരള ഇംഗ്ലീഷ് മീഡിയംകാർ. CBSE-ക്കാരെവിടെ പഠിക്കും? 9ലേക്ക് എവിടെയാണ്? ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ കട്ട് ചെയ്യാം.